പ്രവാസി മലയാളികൾ നിർബന്ധമായും നോർക്ക റൂട്ട്സിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അതെങ്ങനെ മൊബൈൽ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അതിനാവശ്യമായ 5 ഡോക്യുമെൻറ്റ്സ് മൊബൈൽ സ്കാൻ ചെയ്തോ ഫോട്ടോ എടുത്തോ വെക്കേണ്ടതാണ്. നമ്മൾ മൊബൈൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് നോർക്ക റൂട്ട്സ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നോർക്ക റൂട്ട്സിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആവും. നോർക്ക റൂട്ട്സിൻ്റെ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്താൽ നോർക്ക റൂട്ട്സിൻ്റെ പേജ് ഓപ്പണായി വരും. പേജ് ഓപ്പണായി താഴോട്ട് നോക്കുമ്പോൾ പ്രവാസി ID അപ്ലൈ നൗ എന്ന് കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. പിന്നെ അടുത്ത പേജ് ഓപ്പണായി വരുന്നത് പ്രവാസി ID രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽ ആണ്. എങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ ടേംസ് ആൻഡ് കണ്ടീഷൻ കാണാം. വീണ്ടും അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്യും. അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജ് ഓപ്പണായി വരും. അതിനകത്താണ് സൈൻ അപ്പ് എന്ന് പറഞ്ഞ് കാണാം. നെയിം ഡീറ്റെയിൽ കൊടുക്കുക. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ താഴത്തെ ഡേറ്റ് ഓഫ് ബർത്ത് കാണാം. അതിൻ്റെ സൈഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇയർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇയർ കൊടുക്കുക, മന്ത് കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ നമുക്ക് അതിനകത്ത് വരും. അത് കഴിഞ്ഞ് മൊബൈൽ നമ്പർ, നാട്ടിലെ മൊബൈൽ നമ്പർ കൊടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ യൂസർ നെയിം, പിന്നെ പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. റീഎൻ്റർ പാസ്വേഡ്. പിന്നെ അതിനകത്ത് ടെക്സ്റ്റ് വെരിഫിക്കേഷൻ നമ്പറും അയച്ച് സൈൻ അപ്പ് ചെയ്യേണ്ടതാണ്. സൈൻ അപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് സൈൻ ഇൻ ചെയ്യണം. നമ്മൾ ലോഗ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ആവും. അപ്പോൾ 3 ലൈൻ ലെഫ്റ്റ് സൈഡിലുള്ള 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രവാസി IDയുടെ ടാഗ് വരും. ആ പ്രവാസി ID ടാഗ് ക്ലിക്ക് ചെയ്ത് പുതിയ പേജ് ഓപ്പൺ ആവും. പ്രവാസി ID ക്രിയേഷനും ഇൻഷുറൻസും രണ്ടും ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ചെയ്യുമ്പോൾ അടുത്ത പേജ് നമുക്ക് ഓപ്പണായി വരും. ഇവിടെയാണ് നമ്മുടെ ഇൻഫോർമേഷൻസ് എല്ലാം കൊടുക്കേണ്ടത്. നമ്മുടെ ഡീറ്റെയിൽസ്, പേരും ഡേറ്റ് ഓഫ് ബർത്ത് നേരത്തെ കൊടുത്തവരുടെ ഇൻഫോർമേഷൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. അതുപോലെ മൊബൈൽ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്ത് സേവ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. അടുത്ത പേജിൽ പെർമനൻറ്റ് അഡ്രസ്സ് കൊടുക്കണം. അതിൻ്റെ ഡീറ്റെയിൽ താഴെ അഡ്രസ്സ് ഡീറ്റെയിൽ എല്ലാം കൊടുക്കുക. നമ്മുടെ സ്റ്റേറ്റ്, പഞ്ചായത്ത് മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അത് കഴിഞ്ഞ് അടുത്ത സേവ് നെക്സ്റ്റ് കൊടുക്കുക. വീണ്ടും ഓഫീസ് ഡീറ്റെയിൽ ആണ് ചോദിക്കുന്നത്. അത് ജസ്റ്റ് നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അവിടെ കൊടുക്കുക. ഞാൻ UAE കൊടുത്ത് സേവ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. 4ാമത് അഡ്രസ്സ് അബ്രോഡ് അഡ്രസ്സാണ്. അത് എവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ അഡ്രസ്സ് കൊടുക്കുക. സേവ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഫാമിലി ഇൻഫർമേഷൻ, ഫാദർ നെയിം, മദർ നെയിം, സ്പൗസ് നെയിം കൊടുക്കുക. അത് കഴിഞ്ഞ് സേവ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. വീണ്ടും നോമിനി ഡീറ്റെയിൽ കൊടുക്കണം. നോമിനി ഡീറ്റെയിൽ കൊടുത്ത് നമ്മൾ വീണ്ടും സേവ് നെക്സ്റ്റ് അടിക്കുക. അത് കഴിഞ്ഞാൽ പാസ്പോർട്ട് ഡീറ്റെയിൽ കൊടുക്കുക. പാസ്പോർട്ട് ഡീറ്റെയിൽ, ഇയർ, എക്സ്പയറി ഡേറ്റ്. അത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ് നമ്മളവിടെ അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ ബാക്ക് പേജും അപ്ലോഡ് ചെയ്യണം. അത് സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം, മസ്റ്റാണ്. അത് കഴിഞ്ഞാൽ ഡ്യൂറേഷനിൽ പോകുന്നു. വിസ പേജും നമ്മളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതും സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം. പിന്നെ നെക്സ്റ്റ് പേജിലാണ് ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടത്. ഇത് രണ്ടും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ മെഡിക്കൽ ഡീറ്റെയിൽസ് ചോദിക്കേണ്ടത്. അത് നോ കൊടുക്കുക. എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യണം. അല്ലെങ്കിൽ സേവ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനിയാണ് പേയ്മെൻറ്റ് ഡീറ്റെയിൽ. പേയ്മെൻറ്റ് നെക്സ്റ്റ് കൊടുക്കുക. അതിൽ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂ പേയ്മെൻറ്റ്. ഇതിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാം, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്. ഞാൻ നെറ്റ് ബാങ്കിങ് ആണ് ക്ലിക്ക് ചെയ്യുന്നത്. ഞാൻ SBI ആണ് ക്ലിക്ക് ചെയ്തത്. SBIയുടെ പേജ് ഓപ്പണായി വരും. അതിൽ യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. ചിലപ്പോൾ പേയ്മെൻറ്റ് കഴിയുമ്പോൾ തന്നെ അത് ലോഗ് ഔട്ടായി പോകും. അപ്പോൾ നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്ത് നോക്കുക. ഞാൻ യൂസർ നെയിം പാസ്വേഡ് ഇവിടെ കൊടുക്കും. ലോഗിൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ആവും. പ്രവാസി ID കാർഡ് ക്ലിക്ക് ചെയ്യുക. താഴോട്ട് വരുമ്പോൾ നമുക്ക് പ്രവാസി ID എന്ന് ഡൗൺലോഡ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.